ഇത് 1 മുതൽ 6 വരെയുള്ള പ്രതികൾ, ദിലീപ് ഒഴികെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കെതിരെയുള്ള എല്ലാ കുറ്റങ്ങളും നിലനിൽക്കുന്നു എന്നാണ് പ്രോസിക്യൂഷന്റെ കണ്ടെത്തലുകളൊക്കെ ശരിയാണെന്ന് കോടതി വിധിക്കുന്നു. അതായത് 354, 354B, 120B, അതോടൊപ്പം തന്നെ 120A, 376D കൂട്ടബലാത്സംഗം അടക്കമുള്ള എല്ലാ കുറ്റങ്ങളും ഈ 6 പേർക്കെതിരെ നിലനിൽക്കും എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയത്. പക്ഷേ വളരെ കൃത്യമായി തന്നെ കോടതി പറയുന്നു, ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് ദിലീപിനെ ഈ കേസിൽ നിലവിൽ അക്വിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു. ഇന്നലെ പ്രോസിക്യൂഷന്റെ തെളിവുകളൊക്കെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. പക്ഷേ ആ തെളിവുകളൊന്നും ഈ ഗൂഢാലോചനക്ക് ഉതങ്ങുന്നതായിരുന്നില്ല എന്നല്ലെങ്കിൽ അത് തെളിയിക്കാനാകുന്നതായിരുന്നില്ല എന്നാണ് ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണം. ആ പശ്ചാത്തലത്തിലാണ് ഈ കേസിലെ 8ാം പ്രതി, ഈ കേസിൽ ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്ന ദിലീപ് ഇപ്പോൾ കുറ്റവിമുക്തനായിരിക്കുന്നത്. ദിലീപ് പുറത്തിറങ്ങിയ ശേഷം നടത്തിയ പ്രതികരണം അത് അങ്ങേയറ്റം ഒരുപക്ഷെ പോലീസിനെതിരെയൊക്കെ നിൽക്കുന്ന ഒരു പ്രതികരണമാണ്. ആ പ്രതികരണം തുടങ്ങുന്നത് പഞ്ചുവിന്റെ ഒരു പ്രതികരണത്തിൽ നിന്നാണ്. തനിക്കെതിരെ ഇത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നത് ഇത് ശരിക്കും ഗൂഢാലോചന നടത്തിയത് താനാണെന്ന് പോലീസ് പറയുമ്പോൾ, തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് പോലീസിനകത്തെ ക്രിമിനലുകളാണെന്ന് ദിലീപ് പറയുന്നു. ചില മാധ്യമപ്രവർത്തകരെ കൂട്ടുപിടിച്ച്, ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് പോലീസ് നടത്തിയ ഗൂഢാലോചന കഥയാണ് തനിക്കെതിരെ കോടതിയിൽ എത്തിച്ചത്. ആ കുറ്റം തനിക്കെതിരെ തെളിഞ്ഞില്ല. അത് അങ്ങേയറ്റം സന്തോഷം നൽകുന്നതാണ്. തനിക്കൊപ്പം നിന്ന ആളുകളെ താൻ ഈ ഘട്ടത്തിൽ അംഗീകരിക്കുന്നു, അവരെ ചേർത്ത് പിടിക്കുന്നു, അവരോടൊപ്പം സന്തോഷം പങ്കുവെക്കുന്നു. നമുക്കറിയാം ഈ കാലയളവിലൊക്കെ ഈ 2017 ശേഷം അല്ലെങ്കിൽ 2017 അറസ്റ്റിലായ ശേഷം ദിലീപ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തലത്തിലും ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് വന്നിട്ടില്ല. അറസ്റ്റിന് ശേഷം ഇതാ ആദ്യമായി അക്വിറ്റ് ചെയ്തതിന്റെ തൊട്ട് പിന്നാലെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞാണ് ദിലീപ് സ്റ്റെപ്പ് ഇറങ്ങി അഭിഭാഷകരോടൊപ്പം വന്ന് മാധ്യമങ്ങളെ ചോദിച്ചു. ഞാൻ സംസാരിക്കാം എന്ന് അഭിഭാഷകനോട് പറഞ്ഞ് അഭിഭാഷകന്റെ ഒപ്പം വന്നാണ് മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചത്. ആ പ്രതികരണം തുടങ്ങിയത് മഞ്ജുവിനെ വിരൽ ചൂണ്ടിയാണ്. അതിനുശേഷം പോലീസിനെ അതിരൂക്ഷമായി വിമർശിക്കുന്നു. മാധ്യമങ്ങൾക്കും അതിരൂക്ഷ വിമർശനമുണ്ട്. ഇതിലൊരു ക്രിമിനൽ ഗൂഢാലോചന തനിക്കെതിരെ നടന്നു, അതായത് പ്രതികളെ കൂട്ടുപിടിച്ച അന്വേഷണ സംഘം തനിക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന നടത്തി എന്നാണ് ദിലീപ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം വരെ പ്രോസിക്യൂഷൻ പറഞ്ഞത് എല്ലാ കുറ്റങ്ങളും ദിലീപിനെതിരെ നിലനിൽക്കും, അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നു എന്നാണ് അഡ്വക്കേറ്റ് ടി ബി മിനി, അജകുമാർ തുടങ്ങിയ ആളുകളൊക്കെ പറഞ്ഞത്. നമ്മൾ അപ്പോഴും ചോദിച്ചിരുന്നു 120B അതൊരു ചെറിയ വകുപ്പല്ല. ആ വകുപ്പ് പൊതുവെ തെളിയിക്കപ്പെടും, അതൊരു ക്ലൗഡഡ് ആയിരിക്കും, അതായത് ഒരു ക്ലൗഡഡ് കോൺസ്പിറസി, അത് വളരെ പാടായിരിക്കും, ഒരു ക്ലൗഡഡ് രീതിയിലായിരിക്കും ആ കോൺസ്പിറസി ഉണ്ടാകുക. അതിന്റെ ക്രിസ്റ്റൽ ക്ലിയർ തെളിവുകൾ കോടതിയിലേക്ക് എത്തിക്കുക അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയ പാടുകളായിരിക്കും. പ്രത്യേകിച്ച് സാഹചര്യ തെളിവുകളാണ്. അതിൽ ഇനിയിപ്പോൾ എന്തൊക്കെ വീഴ്ചകളാണ് അന്വേഷണ സംഘത്തിന് വന്നത്, എവിടെയൊക്കെയാണ് പാളിയത്, അതിന്റെ ഒരു വിശദാംശങ്ങൾ പുറത്തു വരണമെങ്കിൽ വിധി പ്രസ്താവം ഉണ്ടാകണം. ശിക്ഷാവിധി 12ാം തീയതി ആയിരിക്കും ഇതിന്റെ ശിക്ഷാവിധിയിൽ മേൽ വാദം കേൾക്കുക. അതിനുശേഷമായിരിക്കും ശിക്ഷാവിധി നടപ്പാക്കുക. പക്ഷേ ആ ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്ന ദിവസം ദിലീപിന് ഈ കോടതിയിലേക്ക് വരേണ്ട കാര്യമില്ല. ദിലീപിനെ അക്വിറ്റ് ചെയ്തിരിക്കുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 7.5 വർഷം ദിലീപിനെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ, അയാൾക്കെതിരെ കണ്ടെത്തിയിട്ടുള്ള അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം പൊള്ളയാണ്, അതൊന്നും നിലനിൽക്കില്ല എന്ന് കോടതി വിധിച്ചിരിക്കുന്നു. ദിലീപ് വളരെ സന്തോഷത്തോടുകൂടി പുറത്തേക്ക് പോയിരിക്കുകയാണ്. നമുക്ക് ഈ കേസിന്റെ ഒരു പശ്ചാത്തലം പരിശോധിച്ചാൽ അറിയാം. ആദ്യം ദിലീപ് ഈ കേസിന്റെ ചിത്രത്തിലുണ്ടാകുന്നില്ല. ഏറ്റവും ആദ്യം 2017 ഫെബ്രുവരി 17-ാം തീയതിയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിനുശേഷം തുടരെയുള്ള ദിവസങ്ങളിൽ ആദ്യം മാർട്ടിനെ പിടികൂടുന്നു, പിന്നെ മണികണ്ഠനെ പിടികൂടുന്നു, വിജീഷ്, അങ്ങനെ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായ 1ാം പ്രതി പൾസർ സുനിയേത ഈ കാണുന്ന കോടതി വളപ്പിൽ നിന്ന് തന്നെ കീഴടങ്ങാനെത്തുമ്പോൾ പിടികൂടുന്നു. അതിനുശേഷം ഏപ്രിൽ 17-ാം തീയതി 60 ദിവസത്തിന് ശേഷം ആദ്യ കുറ്റപത്രം. അപ്പോഴൊന്നും ദിലീപ് സീനിലേ ഇല്ല, ദിലീപ് പരിസരത്തേ ഇല്ല. പക്ഷേ അന്തരീക്ഷത്തിൽ ദിലീപിന്റെ പേര് ഉയർന്നു വരുന്നു. അതിനിടയിലാണ് പൾസർ സുനി ദിലീപിന് അയച്ചു എന്ന് പറയുന്ന ഒരു കത്ത് അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ആ കത്തിന്മേൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ദിലീപ് ഈ കേസിന്റെ ചട്ടക്കൂടിലേക്ക് വരികയും കേസിന്റെ ചിത്രത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. അങ്ങനെ ദിലീപ് ഈ കേസിൽ ഏറ്റവും ആദ്യം ദിലീപ് ഒരു പരാതി നൽകി. ദിലീപ് ഈ ഗൂഢാലോചന, അത് തനിക്കെതിരെ ഗൂഢാലോചന ഉണ്ടെന്ന് ദിലീപ് ആദ്യം തന്നെ അന്വേഷണ സംഘത്തിന് DGPക്ക് നേരിട്ട് പരാതി നൽകുകയും ദിലീപിനെ വിളിച്ച് ചോദ്യം ചെയ്യുകയും ഏകദേശം 14 മണിക്കൂറിന് ശേഷം വിട്ടയക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് 10-ാം തീയതി ദിലീപിനെതിരെ ഞങ്ങളുടെ പക്കൽ ഗൂഢാലോചനക്ക് തെളിവുണ്ട്, പൾസർ സുനിയുമായി നടത്തിയ സാമ്പത്തിക ഇടപാടിന്റെ തെളിവ് ഞങ്ങളുടെ പക്കലുണ്ട്, അതിനുശേഷം ഇയാളെ തമ്മിൽ കൂടിക്കാഴ്ചകൾ നടത്തിയതിന്റെ തെളിവ്, ദിലീപും ഈ ആക്രമിക്കപ്പെട്ട നടിയും തമ്മിൽ ഉള്ള പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ, പ്രത്യേകിച്ച് PW34 മഞ്ജു വാര്യരുടെ ഒരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ഈ വിഷയത്തിലുണ്ട്. താനും ദിലീപും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിലുണ്ടാവാൻ കാരണം ഈ ആക്രമിക്കപ്പെട്ട നടിയാണെന്നൊരു തെറ്റിദ്ധാരണ ദിലീപിനുണ്ടായിരുന്നു. അതിന്റെ വൈരാഗ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതായിരിക്കാം ഈ ഒരു മോഡസ് ഓപ്പറാൻഡി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഗൂഢാലോചനയ്ക്ക് പോയത് തുടങ്ങിയ തെളിവുകളൊക്കെ പ്രോസിക്യൂഷൻ ഈ നടിയും ഈ ദിലീപും തമ്മിലുള്ള ശത്രുത അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പ്രശ്നം കാണിക്കുന്നതിന് വേണ്ടി വിചാരണ കോടതിയിൽ എത്തിച്ചെങ്കിലും അതെല്ലാം തകർത്തെറിയപ്പെട്ടിരിക്കുന്നു. ദിലീപിനെതിരെ ഒരു തരത്തിലും ഗൂഢാലോചന നിലനിൽക്കില്ല എന്ന് വളരെ കൃത്യമായി തന്നെ കോടതി സ്റ്റാൻഡ്
റിമാൻഡ് എടുക്കുന്നു. സ്വാഭാവികമായും ഗൂഢാലോചന തെളിഞ്ഞില്ലെങ്കിൽ മറ്റു കുറ്റങ്ങളൊന്നും നിലനിൽക്കില്ല. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കെതിരെ എല്ലാ കുറ്റങ്ങളും നിലനിൽക്കും. IT ആക്ട് 2 മുതൽ 6 വരെയുള്ള പ്രതികൾക്കെതിരെ IT ആക്ട് നിലനിൽക്കില്ല. പക്ഷേ പൾസർ സുനിക്കെതിരെ എല്ലാ വകുപ്പുകളും തെളിഞ്ഞിരിക്കുന്നു, എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞിരിക്കുന്നു. പക്ഷേ A1 ആയ പൾസർ സുനിയും A8 ആയ ദിലീപും തമ്മിൽ നടത്തിയിട്ടുള്ള ഈ പറയുന്ന ഗൂഢാലോചന അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് ആയിട്ടില്ല. പ്രോസിക്യൂഷന്റെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു. പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയത് അല്പസമയത്തിനകം തന്നെ ഈ വിധിപ്പകർപ്പ് ശിക്ഷാവാദം 12-ാം തീയതി നടക്കും. അതിനുശേഷം ഇത് ലഭിച്ച ശേഷം കുറ്റപത്രത്തിന്റെ ഈ ഉത്തരവിന്റെ കുറ്റമുക്തനാക്കിയതിന്റെ ഉത്തരവ് ലഭിച്ച ശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. സ്വാഭാവികമാണ്. സുപ്രീം കോടതി വരെ ഈ നടി ഇതിന്റെ നിയമ പോരാട്ടത്തിലേക്ക് പോകുമെന്ന് അവർ നേരത്തെ വ്യക്തമാക്കിയതാണ്. ഈ കോടതിയിൽ അതിവൈകാരികമായ നിമിഷങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ദിലീപ് വലിയ വികാരത്തോടുകൂടി ഒരുപക്ഷെ സങ്കടം അല്ലെങ്കിൽ സന്തോഷം കൊണ്ടുള്ള സങ്കടം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലാണ് ദിലീപ് കോടതിയിൽ ഉണ്ടായിരുന്നത്. വിപിൻ, കുറ്റവിമുക്തനാക്കപ്പെട്ട് പുറത്തിറങ്ങിയ ശേഷം ദിലീപ് നടത്തിയ പ്രതികരണമാണ് നമ്മൾ ഒരിക്കൽ കൂടി കേൾക്കാൻ പോകുന്നത്. ദിലീപിന്റെ പ്രതികരണം വരാൻ പോകും. നമ്മൾ നേരത്തെ കേട്ടതാണ്, ഒരിക്കൽ കൂടി ആ പ്രതികരണം കേൾക്കാം. ദിലീപ് നേരത്തെ പറഞ്ഞത് മഞ്ജു പറഞ്ഞതിൽ നിന്നാണ്, മഞ്ജു പറഞ്ഞതിന് ശേഷമാണ് ഗൂഢാലോചന എന്നൊരു കാര്യത്തിലേക്ക് സംശയങ്ങൾ വന്നത്. അതിനുശേഷം ഒരു സംഘം പോലീസുകാർ നടത്തിയ ഗൂഢാലോചനയാണ് തനിക്കെതിരെ, കള്ള കഥകൾ ഉണ്ടാക്കി അതെല്ലാം കോടതി മുൻപാകെ പൊളിഞ്ഞു വീണിരിക്കുന്നു എന്നൊക്കെയാണ് ദിലീപിന്റെ പ്രതികരണം നമ്മൾ നേരത്തെ കേട്ടത്. സത്യം ജയിച്ചു. ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ശരി, നമുക്ക് ഈ പ്രതികരണം കേൾക്കാം. നമ്മൾ നേരത്തെ കേട്ടതാണ്. സത്യം ജയിച്ചു എന്ന് പറഞ്ഞാണ് ദിലീപ് തുടങ്ങിയത്. മഞ്ജു പറഞ്ഞതിൽ നിന്നാണ് ഈ ഗൂഢാലോചന എന്നൊരു കേസ് തനിക്കെതിരെ ഉണ്ടാകുന്നത്. അന്നത്തെ ഒരു പോലീസ് മേധാവി ഉദ്യോഗസ്ഥയും അവർ തിരഞ്ഞെടുത്ത ക്രിമിനൽ പോലീസുകാരും ആ സംഘമാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തി കള്ളക്കഥകൾ ഉണ്ടാക്കിയത്. ആ കള്ളക്കഥകൾ ഇപ്പോൾ കോടതി മുൻപാകെ തകർന്നു വീണിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ തനിക്കൊപ്പം നിന്നവർ, അഭിഭാഷകർ, തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ, കൂടെ നിന്നവർ, തനിക്ക് വേണ്ടി വാദിച്ചവർ, ഇവർക്കെല്ലാം ദിലീപ് നന്ദി പറഞ്ഞുകൊണ്ടാണ് കരിയറും പ്രതിച്ഛായയും ജീവിതവും തകർക്കാൻ വേണ്ടിയാണ് ഈ നീക്കങ്ങളൊക്കെ തനിക്കെതിരെ ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ദിലീപിന്റെ പ്രതികരണം. കോടതി പരിസരത്ത് കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷം ദിലീപ് നടത്തിയ ആദ്യ പ്രതികരണം, അതിന്റെ ദൃശ്യങ്ങളായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. വിഷ്ണു സുരേഷ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, ഈ കേസിലെ ഇപ്പോൾ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ അവർ നേരിട്ട് ഈ കൃത്യം നിർവഹിച്ചവരാണ്. ഒരുപക്ഷെ 1 മുതൽ 6 വരെയുള്ള പ്രതികളാണ് ഇതിനകത്ത് ഈ നേരിട്ട് ഈ കൃത്യം നിർവഹിച്ചവർ. അവർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളവർക്കെതിരായിട്ടുള്ള ഗൂഢാലോചന കുറ്റം, 8ാം പ്രതിയായിരുന്ന ദിലീപ് അടക്കമുള്ളവർക്കെതിരെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.